പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എവിടെയായാലും എന്ത് ചെയ്യുന്നവരായാലും ഈ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ ദിവസത്തിൻ്റെ ഭാഗമായി ഈ വാക്കുകൾ നിങ്ങളെ കൂടെ കൊണ്ടുപോകും. ഇന്ന് ഒരു പുതിയ ദിവസമാണ്. നിങ്ങൾ ഇന്നലെ എന്തനുഭവിച്ചാലും ഇന്ന് പുതിയതാണ്. നിങ്ങൾ രാത്രി എത്ര ആശങ്കയോടെ ഉറങ്ങിയാലും ഇന്ന് പുലർന്നിരിക്കുന്നു. നിങ്ങൾ എത്ര ചിന്തകളും ഭാരവും കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ നിമിഷം നിങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആരാരും കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങളെ പിന്തുടരും. ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വിശ്രമിക്കുമ്പോൾ ഈ വാക്കാക്കുകൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ പൂർണ്ണ ശ്രദ്ധ നൽകാതിരുന്നാലും ഈ പ്രാർത്ഥന നിങ്ങളെ പൊതിഞ്ഞിരിക്കും. ശ്വാസമെടുക്കൂ, പതുക്കെ വിടൂ. നിങ്ങൾ സുരക്ഷിതരാണ്. ഞാൻ അറിയുന്നു നിങ്ങളുടെ ഉള്ളിൽ പലതും നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ചിന്തകളുണ്ട്. എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് മനസ്സിൽ കറങ്ങുന്നുണ്ട്. ചിലത് എളുപ്പമാണ്, ചിലത് ബുദ്ധിമുട്ടാണ്, ചിലത് എന്ത് ചെയ്യണമെന്നറിയില്ല. ജോലിയിൽ ആശങ്കകളുണ്ട്. ആളുകൾ എന്തു പറയും എന്ന ചിന്ത ഉണ്ട്. കാര്യങ്ങൾ ശരിയാകുമോ എന്ന ഭയമുണ്ട്. പണത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ചിന്തകളുണ്ട്. വീട്ടിൽ ചില കാര്യങ്ങൾ ശരിയല്ല. ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. പറയാൻ കഴിയാത്ത ചില ഭാരങ്ങളുണ്ട്. ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ചില ആശങ്കകളുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഭയം തോന്നാറുണ്ട്. വാർത്തകൾ കേൾക്കുമ്പോൾ ഭയം തോന്നാറുണ്ട്. ലോകം എവിടേക്ക് പോകുന്നു എന്ന ചിന്ത വരാറുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും എന്ന ചോദ്യം ഉള്ളിൽ നിൽക്കാറുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. നിങ്ങൾ മനുഷ്യരാണ്. ഭയം തോന്നുന്നത് സ്വാഭാവികമാണ്. ആശങ്ക തോന്നുന്നത് മനുഷ്യത്വമാണ്. പക്ഷേ ആ ഭയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ ആശങ്കയിൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട് ഈ നിമിഷവും, ഈ ദിവസവും. ഇപ്പോൾ ഒരു സത്യം ഓർക്കാം. നിങ്ങൾ കാണാത്ത സംരക്ഷണം യഥാർത്ഥമാണ്. നിങ്ങൾ അറിയുന്നില്ല എത്ര കാര്യങ്ങൾ സംഭവിക്കാതെ പോകുന്നുവെന്ന്. നിങ്ങൾ കാണുന്നില്ല എത്ര അപകടങ്ങൾ നിങ്ങളെ തൊടാതെ പോകുന്നുവെന്ന്. നിങ്ങൾ അറിയുന്നില്ല എത്ര പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്താതെ തടയപ്പെടുന്നുവെന്ന്. ഒന്നും സംഭവിക്കാതെ പോകുന്നതും സംരക്ഷണമാണ്. നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് സംരക്ഷണമാണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ അത് സംരക്ഷണമാണ്. നിങ്ങളുടെ കുടുംബം സുരക്ഷിതമായിരിക്കുമ്പോൾ അത് സംരക്ഷണമാണ്. പലപ്പോഴും സംരക്ഷണം കാണാൻ കഴിയില്ല, പക്ഷേ അത് യഥാർത്ഥമാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു. നിങ്ങൾ പോകുന്ന വഴിയിൽ ദൈവം മുന്നിലുണ്ട്. നിങ്ങൾ കടക്കുന്ന വാതിലുകളിൽ ദൈവം മുന്നിലെത്തിയിരിക്കുന്നു. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നിങ്ങളുടെ മുന്നേ അവിടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ പിന്നിലുമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ദൈവം കൈകാര്യം ചെയ്യുന്നു. പഴയ ഭാരങ്ങളെ ദൈവം വഹിക്കുന്നു. പിന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ഭയങ്ങളെ ദൈവം തടയുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. കാവലായി, സംരക്ഷണമായി, മതിലായി, നിങ്ങൾ പൊതിഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായി. ഇത് ഇന്നത്തെ ദിവസത്തിൻ്റെ സത്യമാണ്. നിങ്ങൾ അറിയണമെന്നില്ല, നിങ്ങൾ കാണണമെന്നില്ല, പക്ഷേ ഇത് യഥാർത്ഥമാണ്. സങ്കീർത്തനം നമ്മളോട് പറയുന്നു, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്നത്തെ ദിവസം ദൈവം നിർമ്മിച്ചതാണ്. ഈ 24 മണിക്കൂറും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ രാവിലെ മുതൽ ഈ രാത്രി വരെ ദൈവം നൽകിയ സമ്മാനമാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഈ ദിവസം ദൈവത്തിൻ്റേതാണ്. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് നേരിട്ടാലും ഈ ദിവസം ദൈവമുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എത്ര ആശങ്ക തോന്നിയാലും ഈ ദിവസത്തിൽ ദൈവം സന്തോഷം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഭയം തോന്നിയാലും ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ കരുണയുണ്ട്. ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ളതാണ് എന്ന് സങ്കീർത്തനം പറയുന്നു. സന്തോഷം എപ്പോഴും വലിയ കാര്യങ്ങളിലല്ല. ചിലപ്പോൾ സന്തോഷം ശ്വാസമെടുക്കുന്നതിലാണ്. ചിലപ്പോൾ സന്തോഷം ഉണരുന്നതിലാണ്. ചിലപ്പോൾ സന്തോഷം ഒരു ചെറിയ നിമിഷത്തിലാണ്. ഒരു പുഞ്ചിരിയിൽ, ഒരു ആശ്വാസത്തിൽ, ഒരു ശാന്തതയിൽ. ഈ ദിവസം ദൈവത്തോടൊപ്പം കടന്നു പോകാം. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ദിവസത്തെ നേരിടേണ്ടതില്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഓരോ നിമിഷവും, ഓരോ മണിക്കൂറിലും, ഓരോ തീരുമാനത്തിലും, ഓരോ വെല്ലുവിളിയിലും. ഇത് കർത്താവുണ്ടാക്കിയ ദിവസമാണ്. നമുക്കിതിൽ സന്തോഷിക്കാം. ഇപ്പോൾ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേണ്ടി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. അവരിന്ന് എവിടെ പോയാലും ദൈവം അവരോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അവരിന്ന് എന്ത് ചെയ്താലും
ദൈവത്തിൻ്റെ കരം അവരെ നയിക്കട്ടെ. അവരിന്ന് എന്ത് നേരിട്ടാലും ദൈവത്തിൻ്റെ സംരക്ഷണം അവരെ മൂടട്ടെ. അവരുടെ യാത്രകളിൽ സുരക്ഷയുണ്ടാകട്ടെ. അവരുടെ ജോലിയിൽ അനുഗ്രഹമുണ്ടാകട്ടെ. അവരുടെ ആരോഗ്യം കാക്കപ്പെടട്ടെ. മക്കൾ എവിടെയായാലും ദൈവം അവരെ കാണുന്നു. സ്കൂളിൽ, കോളേജിൽ, ജോലിയിൽ, യാത്രയിൽ എവിടെയായാലും ദൈവം അവരെ വിട്ടുപോകുന്നില്ല. നിങ്ങളവരെ കാണാൻ കഴിയാത്ത നേരങ്ങളിൽ ദൈവം അവരെ കാണുന്നു. നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ദൈവം അവരോടൊപ്പമുണ്ട്. ജോലിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോഡിൽ സുരക്ഷ ഉണ്ടായിരിക്കട്ടെ. ഓഫീസിൽ സമാധാനമുണ്ടായിരിക്കട്ടെ. ആളുകളുമായി നല്ല ബന്ധമുണ്ടായിരിക്കട്ടെ. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ജ്ഞാനമുണ്ടായിരിക്കട്ടെ. തിരിച്ച് വീട്ടിലേക്ക് സുരക്ഷിതമായി എത്താൻ കഴിയട്ടെ. യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വണ്ടിയിൽ, ബസ്സിൽ, വിമാനത്തിൽ, നടന്ന് എന്ത് വിധത്തിലായാലും ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. അപകടങ്ങൾ അകന്നിരിക്കട്ടെ. പ്രശ്നങ്ങൾ മാറി നിൽക്കട്ടെ. നിങ്ങൾ പോകുന്ന ഇടം സുരക്ഷിതമായിരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസം നിൻ്റേതാണ്. ഈ ദിവസം നീ ഉണ്ടാക്കിയതാണ്. ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷവും നിൻ്റെ കൈകളിലാണ്. ഞാൻ ഈ ദിവസം നിനക്ക് സമർപ്പിക്കുന്നു. എന്നെ ഇന്ന് നയിക്കണമേ. ഞാൻ എവിടെ പോയാലും നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞാൻ എന്ത് ചെയ്താലും നിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ടായിരിക്കണമേ. ഞാൻ ആരെ കണ്ടാലും നിൻ്റെ സ്നേഹം എന്നിലൂടെ പ്രവഹിക്കണമേ. എൻ്റെ ചിന്തകളിൽ സമാധാനം നൽകണമേ. ആശങ്ക വരുമ്പോൾ നിൻ്റെ ശാന്തി എന്നെ നിറയ്ക്കണമേ. ഭയം വരുമ്പോൾ നിൻ്റെ ധൈര്യം എന്നെ താങ്ങണമേ. കുഴപ്പം വരുമ്പോൾ നിൻ്റെ ജ്ഞാനം എന്നെ നയിക്കണമേ. എൻ്റെ വാക്കുകളിൽ കരുണ നൽകണമേ. ഇന്ന് ഞാൻ പറയുന്ന വാക്കുകൾ ആരെയും മുറിവേൽപ്പിക്കാതിരിക്കട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആളുകൾക്ക് പ്രോത്സാഹനമാകട്ടെ. ഇന്ന് എൻ്റെ വാക്കുകൾ നിൻ്റെ സ്നേഹം പ്രതിഫലിപ്പിക്കട്ടെ. എൻ്റെ പ്രവൃത്തികളിൽ നീതി നൽകണമേ. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് പ്രസാദമാകട്ടെ. ഇന്ന് എൻ്റെ തീരുമാനങ്ങൾ നിൻ്റെ ഹിതപ്രകാരമാകട്ടെ. ഇന്ന് എൻ്റെ ജോലി അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ ഓരോരുത്തരെയും നീ കാക്കണമേ. അവർക്കിന്ന് നല്ല ദിവസം ലഭിക്കട്ടെ. അവർക്ക് സമാധാനമുണ്ടാകട്ടെ. അവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ. അവർക്ക് സന്തോഷമുണ്ടാകട്ടെ. അവർക്ക് സുരക്ഷ ഉണ്ടാകട്ടെ. എൻ്റെ മക്കളെ നിൻ്റെ ചിറകുകളിൽ മറയ്ക്കണമേ. അവരെവിടെ പോയാലും നിൻ്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കട്ടെ. അവരെന്ത് നേരിട്ടാലും നിൻ്റെ കരം അവരെ താങ്ങട്ടെ. അവർക്ക് നല്ല സുഹൃത്തുക്കൾ ലഭിക്കട്ടെ. അവരെ തെറ്റായ വഴികളിൽ നിന്ന് മാറ്റി നിർത്തണമേ. എൻ്റെ അടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്മ ഉണ്ടാകട്ടെ. എൻ്റെ അയൽക്കാർക്ക് സമാധാനമുണ്ടാകട്ടെ. എന്നോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക് അനുഗ്രഹമുണ്ടാകട്ടെ. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകട്ടെ. ഇപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. കർത്താവേ, ഞാൻ അറിയാത്ത അപകടങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കുന്നതിന് നന്ദി. ഞാൻ കാണാത്ത ദോഷങ്ങളിൽ നിന്ന് നീ എന്നെ മറയ്ക്കുന്നതിന് നന്ദി. എന്നിലേക്ക് എത്താതെ പോകുന്ന പ്രശ്നങ്ങൾക്ക് നന്ദി. എൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നന്ദി. എന്നെ തൊടാതെ പോകുന്ന രോഗങ്ങൾക്ക് നന്ദി. ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ അതും നിൻ്റെ സംരക്ഷണമാണ്. വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തുമ്പോൾ അത് നിൻ്റെ കൃപയാണ്. കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അത് നിൻ്റെ കാരുണ്യമാണ്. സാധാരണ ദിവസം കഴിയുമ്പോൾ അത് നിൻ്റെ അനുഗ്രഹമാണ്. ഇപ്പോൾ പേർ പറയാൻ കഴിയാത്ത ഭയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഉള്ളിൽ ചില ഭയങ്ങളുണ്ട്. എനിക്കവ പേരിട്ട് വിളിക്കാൻ കഴിയുന്നില്ല. എനിക്കവ വിശദീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിനക്കവ അറിയാം. ആ ഭയങ്ങളെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ എന്തിനെ പേടിക്കുന്നുവോ അത് നിനക്കറിയാം. ഞാൻ രാത്രി ഉറങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം. എൻ്റെ ഉള്ളിലെന്ന ആശങ്കയുണ്ടെന്ന് നിനക്കറിയാം. ആ എല്ലാത്തിലും നിൻ്റെ സമാധാനം ഞാൻ ചോദിക്കുന്നു. ഭയമുള്ളിടത്ത് ധൈര്യം നൽകണമേ. ആശങ്ക ഉള്ളിടത്ത് ശാന്തത നൽകണമേ. കുഴപ്പമുള്ളിടത്ത് വ്യക്തത നൽകണമേ. ഇരുട്ടുള്ളിടത്ത് വെളിച്ചം നൽകണമേ. ഈ ദിവസം മുഴുവൻ നിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണമേ. രാവിലെ മുതൽ രാത്രി വരെ, ഉറക്കമുണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ഓരോ നിമിഷവും നിൻ്റെ കൂടെ ആയിരിക്കണമേ. കർത്താവെ, നീ എന്നോടൊപ്പമുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ അറിയുന്നു. ഇതെൻ്റെ ആശ്വാസമാണ്. ആമേൻ. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിങ്ങളോടൊപ്പം തുടരുന്നു. ദിവസം മുഴുവൻ ഈ വാക്കുകൾ നിങ്ങളെ പിന്തുടരും. ജോലി ചെയ്യുമ്പോൾ,
യാത്ര ചെയ്യുമ്പോൾ, വിശ്രമിക്കുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. ആവശ്യമുള്ളപ്പോൾ വീണ്ടും കേൾക്കാം. ഈ പ്രാർത്ഥന വീണ്ടും വീണ്ടും കേൾക്കാം. രാവിലെ ഒരു തവണ, ഉച്ചയ്ക്കൊരു തവണ, രാത്രി ഒരു തവണ. എപ്പോഴെങ്കിലും ആശ്വാസം വേണമെന്ന് തോന്നുമ്പോൾ ഈ വാക്കുകൾ ഇവിടെയുണ്ട്. മറ്റു പ്രാർത്ഥനകളുമുണ്ട്. ഈ ചാനലിൽ കൂടുതൽ പ്രാർത്ഥനകളുണ്ട്. വ്യത്യസ്ത വിഷയങ്ങൾക്ക്, വ്യത്യസ്ത സാഹചര്യങ്ങൾക്ക്, വ്യത്യസ്ത ആവശ്യങ്ങൾക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവ കേൾക്കാം. ഇപ്പോൾ സമാധാനത്തോടെ മുന്നോട്ട് പോകാം. ശ്വാസമെടുക്കൂ, പതുക്കെ വിടൂ. നിങ്ങൾ സുരക്ഷിതരാണ്. ഈ ദിവസം ദൈവമുണ്ടാക്കിയതാണ്. ഈ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ കഴിയും. ഈ ദിവസത്തിൽ ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. മുന്നിലും പിന്നിലും ചുറ്റിലും ദൈവം നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാണുമില്ലെങ്കിലും സംരക്ഷണം യഥാർത്ഥമാണ്. നിങ്ങൾ അറിയുന്നില്ലെങ്കിലും കരുതൽ യഥാർത്ഥമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും സ്നേഹം യഥാർത്ഥമാണ്. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ ആശ്വാസം നിങ്ങളെ താങ്ങട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ പൊതിയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ നയിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹമായിരിക്കട്ടെ, സമാധാനമായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്, ഇന്നും എന്നും. ആമേൻ.